Okay, good morning. Welcome back to our class, which is about the rational expectations chief work, Robert E. Lucas supply curve. Okay, അപ്പോൾ നമ്മൾ പഠിച്ച കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ലൂക്കാസിൻ്റെ മോഡൽസിൻ്റെ അകത്ത് അദ്ദേഹം പറയുന്നുണ്ട് ആളുകൾക്ക് എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. ആ എക്സ്പെക്റ്റേഷൻസ് വെച്ച് പ്രൈസ് ലെവൽ എക്സ്പെക്റ്റേഷൻസ് വെച്ച് ഒരു ലേബർ സപ്ലൈ ചെയ്യും. അങ്ങനെ ഒരു ഡയഗ്രം നമ്മൾ പഠിച്ച് ഓർക്കുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെ ലേബർ സപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എന്ത് മോണിറ്ററി പോളിസി ചേഞ്ച് വന്നാലും ആളുകളുടെ എക്സ്പെക്റ്റേഷൻസ് ഉള്ളതുകൊണ്ട് ആ മോണിറ്ററി പോളിസിക്ക് എഫക്റ്റീവ്നെസ് ഇല്ല എന്നാണ് റാഷണൽ എക്സ്പെക്റ്റേഷൻസ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒരു നേരത്തെ കണ്ടിട്ടുള്ള ഫിലിപ്സ് കർവിന് ലോങ് റണ്ണിലും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, ഷോർട്ട് റണ്ണിലും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ദർ ഇസ് നോ ട്രേഡ് ഓഫ് ഈവൻ ഇഫ് ഇൻ ദി ഷോർട്ട് റൺ അക്കോർഡിംഗ് ടു റാഷണൽ എക്സ്പെക്റ്റേഷൻ സ്കൂൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ നമുക്ക് പഠിക്കേണ്ടതുണ്ടല്ലോ പോളിസി ഇൻഎഫക്റ്റീവ്നെസ് പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ലൂക്കാസ് സപ്ലൈ കർവ് പഠിക്കുക. ലൂക്കാസിൻ്റെ സപ്ലൈ കർവിനേക്കാൾ ഉപരി അദ്ദേഹത്തിൻ്റെ സപ്ലൈ കർവ് കൊണ്ടുവരുന്ന മെസ്സേജാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ പല തിയറികളും കാണുന്നത്. അപ്പം എന്താണ് ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതാം, എന്താണ് പോളിസി ineffectiveness proposition. Okay, so that means because of the operation of proposition, because of the operation of rational expectation type of adjustment by the people, what happens is that people's rational expectations, they compels, they encourages, or it helps them to quickly adjust with any policy change within no time, so that the ultimate purpose of the policy changes fails. ഉദാഹരണം ഔട്ട്പുട്ട് കൂട്ടുക, അല്ലെങ്കിൽ വിചാരിച്ചായിരിക്കും ഗവൺമെൻറ് അല്ലെങ്കിൽ മോണിറ്ററി പോളിസി എന്ത് ചെയ്യുക, മണി സപ്ലൈ കൂട്ടുന്നത്. അപ്പോൾ മണി സപ്ലൈ കൂട്ടിയാൽ എന്ത് സംഭവിക്കില്ല, ഡിമാൻഡ് കൂടുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും, വേജ് റേറ്റ് കൂടും, അപ്പോഴത്തേക്കും ലേബർ സപ്ലൈ കുറയും, അപ്പോൾ അഗ്രിഗേറ്റ് സപ്ലൈ കുറയും. ഇതാണ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഈ റാഷണൽ എക്സ്പെക്റ്റേഷൻസ് മോഡലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ. അവർ മാക്രോ എക്കണോമിക്സിന് കൊടുത്തൊരു കോൺട്രിബ്യൂഷൻ അതാണ്. അപ്പോൾ അത് മാത്രമാണ് നമ്മുടെ മനസ്സിലിരിക്കേണ്ടത്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവരുടെ ഏത് പോളിസിയും അല്ലെങ്കിൽ ഏത് പോളിസി സജഷൻസും നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഡിലീറ്റ് ചെയ്തു. ഓക്കെ, നമ്മൾ തിരിച്ചു വരികയാണ്. ആദ്യം നമ്മൾ രണ്ട് ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒന്ന് ലേബർ സപ്ലൈ കർവ് തന്നെ നമ്മളൊന്ന് പഠിക്കണം. എന്താണ് ലേബർ സപ്ലൈ കർവ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലേബർ സപ്ലൈ കർവ് പഠിച്ചതാണ് അല്ലേ? ഇങ്ങനെ ഇവിടെ ഒരു പാട്ടിൽ അഗ്രിഗേറ്റ് സപ്ലൈ കർവ് പഠിച്ചു. പിന്നെ ഇവിടെ നമ്മളൊരു അഗ്രിഗേറ്റ് സപ്ലൈ കർവ് പഠിച്ചു അല്ലേ? അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് നമ്മൾ പഠിച്ചു. പിന്നെ അത് ഇപ്പുറത്തോട്ട് വന്ന് നമ്മൾ എന്ത് ചെയ്യും, ലേബർ സപ്ലൈ കർവ് പഠിച്ചു. ബാക്കിയോട് ബെൻഡ് ചെയ്യുന്നു, ശരിയല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ട് ഇവിടെ N0 ഉണ്ട്, ആദ്യമേ N1ലേക്ക് കൂടും. ഇവിടെ ആണെങ്കിൽ Y0 ഉണ്ടായിരുന്നു, Y1ലേക്ക് കൂടി, എന്നിട്ട് ഏറ്റവും അവസാനം അൾട്ടിമേറ്റ് ആയിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുമെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. അതല്ല, അതേ സംഭവങ്ങൾ ഉപയോഗിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഡയഗ്രാം വരയ്ക്കാനുള്ള കാരണം ആ ഡയഗ്രാം വെച്ചിട്ട് ഈ തിയറി എല്ലാം ഇനിയുള്ള പല തിയറികൾ നമുക്ക് പറയാൻ പറ്റണം. അതുകൊണ്ട് ആ ഡയഗ്രാം ശരിക്കും നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു മോഡലിന് ഉപയോഗിക്കാം എന്നല്ലാതെ കാര്യമായിട്ട് ഡയറക്റ്റായിട്ട് നമ്മൾ ചോദിക്കുന്നില്ല. എന്നിട്ടും നമ്മൾ ആ ഡയഗ്രാം പഠിക്കാനുള്ള കാരണം നമുക്ക് ലൂക്കാസ് പറഞ്ഞ റാഷണൽ എക്സ്പെക്റ്റേഷൻസ് അഡ്ജസ്റ്റ്മെൻറ്റ് പെട്ടെന്ന് നടത്തും എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാട് നമുക്ക് എവിടെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ആ ഡയഗ്രാം ഭയങ്കര സ്യൂട്ടബിളാണ്. ഓക്കെ, സോ coming back to this topic, we are going to cover two simple concepts. The first one is a labor supply curve, second is the aggregate supply curve, both put forward by Robert E. Lucas. Okay, the new classical economists depart from the Keynesian and monetarist model regarding the labor supply curve. Certain critical factors determine the labor supply, and new classicals have given careful attention to these factors while elaborating their labor supply curve. The rational expectation model advocates that labor supply curve depends upon the expected real wage rate. എന്താണ് W/PE? P is the price level expected. Okay, from that given the money wage rate, given the expectations of the people about what the price level, they can get what we can say an estimate about the real wage rate. In accordance with that they will supply what we can say their own labor. അപ്പോൾ ഇതാണ് ശരിക്കും ലൂക്കാസിൻ്റെ കോൺസെപ്റ്റിലെ സെൻട്രൽ ഭാഗം. നമ്മൾ തിയറിയിൽ ഒരിടത്തും പഠിക്കണമെങ്കിൽ പോലും നമ്മളിത് ആദ്യം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ കോൺസെപ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ് ഇപ്പോഴും പറയും. സോ ദിസ് ഇസ് കോൾഡ് എ ലേബർ സപ്ലൈ. ദിസ് ഇസ് എക്സ്പെക്ടേഷൻ അബൌട്ട് ദി പീപ്പിൾ റിഗാർഡിംഗ് ദി പ്രൈസ് ലെവൽ. ദിസ് ഇസ് ദ real wage rate. It's a function. It's actually this is money wage rate. But when you are explaining it in a theory,
generally you can say it as real wage rate. According to the new classicals, the labor supply curve is the function of real wage rate and expected price level. It has a positive relation to real wage rate and a negative relation to price level. സോ അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു റിയാക്ഷൻ ഫംഗ്ഷൻ. നമ്മൾ കണ്ട എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് പോളിസി വേരിയബിൾസ് ഇതെല്ലാം നമ്മൾ കണ്ട, കൂടുതൽ നമ്മൾ പറയേണ്ട, നമുക്ക് അറിയാം, നിങ്ങൾക്കറിയാവുന്ന. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, they will have an expectation about the price level. So when the real wage rate falls, demand for high money wage requires shift in the labor supply curve to which position? To this position. Okay, so when the labor supply curve shifts backward or leftward, the aggregate supply curve that shows the supply of output also shifts backward. ഓക്കെ, അത് നമ്മൾ ഈ ഡയഗ്രത്തിൽ നമ്മൾ കണ്ടാണ്, കഴിഞ്ഞ ക്ലാസ്സിലെ ഡയഗ്രത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ലേബർ സപ്ലൈ കർവ് ബാക്ക്വേർഡായിട്ട് ബെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ്, ബെൻഡ് ചെയ്യുമല്ലോ, ബാക്ക്വേർഡ് ഷിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അഗ്രിഗേറ്റ് സപ്ലൈ കർവും ബാക്ക്വേർഡായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സ് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കും. ആളുകൾ പ്രൈസ് ലെവലിൻ്റെ എക്സ്പെക്റ്റേഷൻസ് അനുസരിച്ച് വേജ് റേറ്റ് കൂടുതൽ ആവശ്യപ്പെടുകയും അങ്ങനെ എന്ത് സംഭവിക്കും, റിയൽ വേജ് റേറ്റ് മുകളിലേക്ക്, റിയൽ വേജ് റേറ്റ് ബാക്ക്വേർഡ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക്, റിയൽ വേജ് റേറ്റില്ല, ലേബർ സപ്ലൈ ബാക്കിലേക്ക് അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതുവഴി എന്ത് ഷിഫ്റ്റ് ചെയ്യും, അഗ്രിഗേറ്റ് സപ്ലൈ കർവും ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അറിയോ, ലൂക്കാസിൻ്റെ സപ്ലൈ കർവ്. ലൂക്കാസിൻ്റെ സപ്ലൈ കർവ് ഇറ്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു അഗ്രിഗേറ്റ് സപ്ലൈ കർവ്. ബട്ട് ദാറ്റ് അഗ്രിഗേറ്റ് സപ്ലൈ കർവ് ഈസ് കൺസിഡറബിളി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി ലേബർ സപ്ലൈ കർവ്. ഓക്കെ, അപ്പോൾ അതാണ് കണക്ഷൻ. നമ്മൾ ആദ്യമേ അങ്ങനെ പഠിക്കാനുള്ള കാരണവും അല്ലെങ്കിൽ നോക്കാനുള്ള കാരണവും ഒക്കെ അതൊക്കെ. ഓക്കെ, ഒരു സെക്കൻഡേ, ഡൺ. ഓക്കെ, സോ ഇനി നമ്മൾ ലൂക്കാസിൻ്റെ സപ്ലൈ കർവ് പഠിക്കുക. ഈ കോൺസെപ്റ്റ് നമ്മൾ പഠിക്കുമ്പം ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് നമ്മൾ ഈ കോൺസെപ്റ്റ് പഠിക്കുന്നത്, എന്തിനാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുള്ളൂ, മോണിറ്ററി പോളിസിയിൽ ആൻറ്റിസിപ്പേറ്റഡ് ചേഞ്ചസ്. ആൻറ്റിസിപ്പേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്പെക്റ്റഡ്. ഓക്കെ, എക്സ്പെക്റ്റഡ് ചേഞ്ചസ് വിത്ത് റെസ്പെക്റ്റ് ടു വാട്ട്, പ്രൈസ് ലെവൽ. പ്രൈസ് ലെവലിൽ ആളുകൾ പ്രതീക്ഷിക്കുന്ന ഒരു മാറ്റമാണ് വരുന്നതെങ്കിലും, അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് ആളുകൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അനുസരിച്ച് മണി സപ്ലൈ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആളുകൾ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും, പെട്ടെന്ന് എന്ത് ചെയ്യും, അഡ്ജസ്റ്റ് ചെയ്യും. ബിക്കോസ് ദേ ആർ വെരി റാഷണൽ, ദേ ഫ്രെയിം ദർ റാഷണൽ എക്സ്പെക്റ്റേഷൻസ് സോ ദാറ്റ് the central bank tried to shock them, but actually people are not get shocked. Why? Because they expect that, and because of that expectation, the ultimate purpose of the amount of shock has not occurred, so people adjusted quickly, and the expected return by the monetary policy authority or the central bank. Central bank പ്രതീക്ഷിച്ച മണി സപ്ലൈ കൂട്ടുമ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടി എംപ്ലോയ്മെൻറ്റ് കൂടി, ഔട്ട്പുട്ട് കൂടി, ഇക്കോണമി അങ്ങനെ വളർന്ന് മുമ്പോട്ട് പോകുന്ന സെൻട്രൽ ബാങ്ക് പ്രതീക്ഷിച്ച് അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. കാരണം എന്താ, അഗ്രിഗേറ്റ് ഡിമാൻഡ്. മക്കളെ ഒരു സെക്കൻഡ്, ഇപ്പോൾ വരാം കേട്ടോ. ഐ എം വെരി വെരി സോറി. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണേ. ഐ എം വെരി വെരി സോറി. നിങ്ങൾ തടസ്സപ്പെടുത്തിയ സങ്കടം. ഇപ്പോൾ വരാം, ഒരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. വീട്ടിലെ കാര്യം ഒന്ന് എൻഗേജ് ചെയ്യാൻ. പോരാ, പോയേക്കരുത്. എൻ്റെ പേന. ഓക്കെ, തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് എന്താണ് ഈ ആളുകൾ. അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ആളുകളുടെ എക്സ്പെക്റ്റേഷൻസ് ക്വിക്കായതുകൊണ്ട് ഔട്ട്പുട്ട് ഉദ്ദേശിച്ച പോലെ കൂടുതലാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മോണിറ്ററി പോളിസി പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. മോണിറ്ററി പോളിസിക്ക് എഫക്റ്റീവ്നെസ് കാണില്ല. അതാണ് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. മോണിറ്ററി പോളിസി ഇൻഎഫക്റ്റീവ്നെസ് പ്രപ്പോസിഷൻ എന്നാണ് പറയുന്നത്. എന്താണ് മോണിറ്ററി പോളിസി ഇൻഎഫക്റ്റീവ്നെസ് പ്രപ്പോസിഷൻ, അതാണ് ഇദ്ദേഹം പറഞ്ഞേക്കുന്നത്. മോണിറ്ററി പോളിസി ഇൻഎഫക്റ്റീവ് പ്രപ്പോസിഷൻ, മോണിറ്ററി പോളിസി ഇൻഎഫക്റ്റീവ് ആയിട്ട് അത്തരം കാര്യങ്ങൾ അത്രയും സംഭവം മാത്രമേ നമുക്ക് ഈ ലൂക്കാസിൻ്റെ സപ്ലൈ കർവിൽ നമുക്ക് കാര്യമായിട്ട് പഠിക്കാനുള്ളൂ. അല്ലെങ്കിൽ അതാണ് നമ്മുടെ ഒരു മെസ്സേജ്, നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജ്. ഡിലീറ്റ്. ഓക്കെ, വി എടുത്ത് ട്രീറ്റ്മെൻറ്റ് എടുത്ത്. നൗ വി ആർ ഗോയിങ് ടു സീ വാട്ട് ഈസ് ലൂക്കാസ് സപ്ലൈ കർവ്. Lucas supply curve is an elaborates the macroeconomic behavior of the rational expectations model. അതാണ് നമുക്കിപ്പോൾ ഏത് തിയറിയൊക്കെ വന്നാലും അതിൻ്റെ ഒരു നടുക്കത്തെ ഭാഗമില്ലേ, അതിലൊന്നാണ് ഈ ലൂക്കാസിൻ്റെ സപ്ലൈ കർവ്. സപ്ലൈ കർവ് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു ആളുകൾ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അത് ഈ മൈക്രോ എക്കണോമിക് ബിഹേവിയർ ഏത് റാഷണൽ എക്സ്പെക്റ്റേഷൻസ് തിയറിയിലെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത് ലൂക്കാസ് സപ്ലൈ കർവ്. ഇൻ ദി early 1970s, Lucas Jr. developed an alternative theory to the Phillips curve. Why Phillips curve is not workable? There is no trade-off even in the short run. Money driven by business cycle under the assumption of rational expectations. The theory is based on Phillips curve and the money driven business cycle. Money driven business cycle is a business cycle that is amplified as well as it is contracted due to as a response to money supply.
അപ്പോൾ മണി സപ്ലൈ കൂടുന്നു അല്ലെങ്കിൽ കുറയുന്നതനുസരിച്ച് ബിസിനസ് സൈക്കിൾ മാറുന്നു, അതിൻ്റെ ആംപ്ലിഫിക്കേഷനും കോൺട്രാക്ഷനൊക്കെ നടക്കുന്നു, അല്ലെങ്കിൽ ബൂമും റിസെഷനും. അപ്പോൾ അങ്ങനെ അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷനാണ് ഇവിടെ ലൂക്കാസ് കൊടുത്തിരിക്കുന്നത്. ദിസ് തിയറി ഈസ് ബേസ്ഡ് ഓൺ ദി റാഷണൽ എക്സ്പെക്ടേഷൻസ് അഗ്രിഗേറ്റ് സപ്ലൈ കർവ് ദാറ്റ് ഷോസ് ഹൗ ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദി എക്സ്പെക്ടേഷൻസ് ഓഫ് പീപ്പിൾ അബൌട്ട് ദ പ്രൈസ് ലെവൽ. എങ്ങനെയാണ് എക്സ്പെക്ടേഷൻസ് ഓഫ് ദി പീപ്പിൾ അബൌട്ട് പ്രൈസ് ലെവൽ. എന്തിനാണ് ഔട്ട്പുട്ട് എന്നതിനനുസരിച്ച് മാറുന്നു? ഇറ്റ്സ് എ ഫങ്ഷൻ ഓഫ് ദി എക്സ്പെക്ടേഷൻസ് ഓഫ് പീപ്പിൾ അബൌട്ട് പ്രൈസ് ലെവൽ. മനസ്സിലായല്ലോ? ഇതാണ് അതിൻ്റെ ഒരു സെൻട്രൽ ഭാഗം. നമ്മളിത് അറിയാമെങ്കിൽ നമുക്ക് ബാക്കി ആരെങ്കിലും ലൂക്കാസ് പറഞ്ഞതിനേക്കാളും നന്നായിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നത് ആളുകളുടെ പ്രൈസ് ലെവലിനെ കുറിച്ചുള്ള എക്സ്പെക്റ്റേഷൻസ് വെച്ചാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ലൂക്കാസ് ഷോ ദാറ്റ് എ പോസിറ്റീവ് റിലേഷൻ ബിറ്റ്വീൻ ഔട്ട്പുട്ട് ആൻഡ് ഇൻഫ്ലേഷൻ കുഡ് അറൈസ് ബിക്കോസ് ഓഫ് ഇംപെർഫെക്റ്റ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് അഗ്രിഗേറ്റ് പ്രൈസ് ലെവൽ. ഇതിൻ്റെ അർത്ഥം എന്നാണ് അറിയുക? ഇതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. എന്താണ് ഇംപെർഫെക്റ്റ് ഇൻഫർമേഷൻ? നമുക്കറിവില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും മോളിപ്പോയി ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസ്. അതുകൊണ്ട് എന്ത് അറിയോ? പ്രൈസ് ലെവൽ കൂടി, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ വന്നു, എന്നുണ്ടായി ഔട്ട്പുട്ടും കൂടി. അപ്പം പ്രൈസ് ലെവൽ കൂടിയിട്ട് ഔട്ട്പുട്ട് കൂട്ടണമെങ്കിൽ ആ മോണിറ്ററി പോളിസി അല്ലെങ്കിൽ ഗവൺമെൻറ് ആ റെസ്പോൺസ് എങ്ങനെയുള്ളതായിരിക്കണം? ആളുകൾ പ്രതീക്ഷിച്ചതിനേക്കാളും മുകളിലുള്ളതായിരിക്കണം. എന്ന് പറഞ്ഞാൽ ആളുകൾ റാഷണൽ എക്സ്പെക്റ്റേഷൻസ് ഉള്ളതാണെങ്കിൽ ആ എക്സ്പെക്റ്റേഷൻസിന് മുകളിലുള്ള അവരുടെ എക്സ്പെക്റ്റേഷൻസ് ഇംപെർഫെക്റ്റ് ആയി പോകുന്ന രീതിയിൽ അത്രയും വലിയൊരു റെസ്പോൺസ് ഗവൺമെൻറ് നടത്തുമ്പോൾ മാത്രമാണ് ഇൻഫ്ലേഷനെ കൂട്ടി ഔട്ട്പുട്ട് കൂടുള്ളൂ, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ്റെ ഫലമായിട്ട് ഔട്ട്പുട്ട് കൂടുള്ളൂ, അല്ലെങ്കിൽ മണി സപ്ലൈ കൂട്ടുമ്പോൾ എന്തുണ്ടാവും? ഔട്ട്പുട്ട് കൂടുള്ളൂ. ഇതാണ് റാഷണൽ എക്സ്പെക്റ്റേഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ ഇവരെന്ത് പറയുന്നത് എന്തായിരിക്കും? അതായത് ആളുകൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് മോണിറ്ററി പോളിസിയുടെ മണി സപ്ലൈ കൂടി പ്രൈസ് ലെവൽ കൂടുന്നതെങ്കിൽ ഒരു കാരണവശാലും പ്രൈസ് ലെവൽ കൂടിയിട്ട് ഔട്ട്പുട്ട് കൂടിയില്ല. എന്ന് പറഞ്ഞാൽ എന്ത് വർക്കൗട്ട് ചെയ്യില്ല, നമ്മുടെ ഫിലിപ്സ് കാർ വർക്കൗട്ട് ചെയ്യില്ല. പിടി കിട്ടിയില്ല. എന്താ സംഭവം? ഈ ഒരു സെൻറ്റൻസിൽ നിന്ന് നമുക്കത് പിടികിട്ടും. ഓക്കെ, ഞാൻ ഒന്നുകൂടെ ഡിലീറ്റ് ചെയ്തോട്ടെ. പ്ലീസ് വെയിറ്റ്. ഓക്കെ, സോ ലൂക്കാസ് ഷോ ദാറ്റ് എ പോസിറ്റീവ് റിലേഷൻ ബിറ്റ്വീൻ ഔട്ട്പുട്ട് ആൻഡ് ഇൻഫ്ലേഷൻ കുഡ് അറൈസ് because of imperfect information. That means people's rational expectations are shocked. People are shocked. Okay. The aggregate slide. The Lucas supply function with the rational expectations imply that only unanticipated changes in the money supply affect real output. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ സെൻറ്റൻസിന് പൂരിപ്പിക്കുകയായിരുന്നു. ഇത് രണ്ടും കൂടെ ഒരുമിച്ചിട്ടാൽ കാര്യങ്ങൾ ഇവിടെ ഇട്ടു. Unanticipated changes in money supply. If the government does that, then the output can be increased. That unanticipated increase, it will be beyond the rationally expected level of price level changes. Okay, no, anticipated changes in the money supply affect only the price level, leaving the output equal to its potential. Okay, എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ട്പുട്ട് എത്രമാത്രമാണ് എന്ന് ആളുകൾ പ്രതീക്ഷിച്ചു അത്രമാത്രമായിട്ട് മാത്രമേ സംഭവിച്ചുള്ളൂ. അതായത് മണി സപ്ലൈ ഒരു കാരണവശാലും ഒരു പരിധി കൂടിയില്ല, പ്രൈസ് ലെവലും കൂടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ അഡ്ജസ്റ്റ് ചെയ്തു, പ്രൈസ് ലെവൽ കൂടി, വേജ് റേറ്റ് കൂടി. അപ്പോൾ അൾട്ടിമേറ്റായിട്ട് എന്ത് സംഭവിച്ചു? നമ്മളീ പറയുന്ന പോലെ, എന്താ പറയുക, ഈ കഴിഞ്ഞ ഡയഗ്രത്തിൽ പറയുന്ന പോലെ പ്രൈസ് ലെവലേ കൂടിയുള്ളൂ. ഔട്ട്പുട്ട് പഴയ ലെവലിൽ തന്നെ നിൽക്കുക. ആദ്യം ഇതായിരുന്നല്ലോ പ്രൈസ് ലെവൽ. മണി സപ്ലൈ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു? ഡിലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി നന്നായിട്ട് കാണാൻ പറ്റുന്നു. ഒന്നുകൂടെ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എല്ലാം ഓക്കെ അല്ലേ? അവിടെ നോക്കുക, ഇതായിരുന്നല്ലോ ഇപ്പോൾ ഒറിജിനൽ പോയിന്റ്. അവിടെ ഇതാണ് പ്രൈസ് ലെവൽ, ഇതാണ് Y0. അപ്പോൾ എന്ത് സംഭവിച്ചു? ഡിമാൻഡ് കൂട്ടി. അത് മണി സപ്ലൈ M0 നിന്ന് M1 കൂട്ടിയപ്പോഴാണ് ഡിമാൻഡ് കൂട്ടി. അപ്പോൾ എന്ത് സംഭവിച്ചു? ടി വന്നു, ആളുകൾ വന്നാൽ പ്രതിഷേധമൊക്കെ ഇവിടെ നടക്കണം. മണി വേജ് റേറ്റ് ഒക്കെ കൂട്ടി, റിയൽ വേജ് റേറ്റ് കൂട്ടി, മണി വേജ് റേറ്റ് കൂട്ടി. സിറ്റുവേഷൻ സിയിലേക്ക് തിരിച്ചു വന്നു. എംപ്ലോയ്മെൻറ്റ് പഴയ സിറ്റുവേഷനിൽ വന്നു. ഔട്ട്പുട്ട് എന്ത് ചെയ്തു? പഴയ സിറ്റുവേഷനിലേക്ക് വന്നു. ശരിയല്ലേ? എന്താ ഇവിടെ വ്യത്യാസം വന്നത്? പ്രൈസ് ലെവൽ മാത്രം കൂടി. ശരിയല്ലേ? എത്രമാത്രം കണ്ട് മണി സപ്ലൈ കൂട്ടിയോ അത്രമാത്രം കണ്ട് പ്രൈസ് ലെവൽ കൂടി, അത്രമാത്രം കണ്ട് വേജ് റേറ്റ് കൂട്ടി, ഔട്ട്പുട്ട് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. എംപ്ലോയ്മെൻറ്റ്, സോ ദിസ് ഈസ് ഔട്ട്പുട്ട്, ഈവൻ ഇഫ് ഇറ്റ് ഈസ് Y0 Q0, ഔട്ട്പുട്ട് ഈസ് ഔട്ട്പുട്ട്, then employment also remains constant. And this particular development shows that money is neutral. What is that? Money is neutral. What is the meaning of money is neutral? Money is neutral means that, when the central bank increases money supply, it doesn't influence the real variable, like, what we can say, or like employment and output. It influences only price level and മണി വേജ് റേറ്റ്. ഓക്കെ, അത് തന്നെയല്ലേ ഈ ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു. ആ കാര്യം തന്നെയാണ് ലൂക്കാസ് അദ്ദേഹത്തിൻ്റെ സപ്ലൈ കർവിലും പറയുന്നത്. ഓക്കെ, and let me delete that part. So, two crucial assumptions underlie the policy of ineffectiveness result. Prices and wages are perfectly flexible. നമ്മൾ പറയുന്നത് എന്നാ അറിയാം? ഇതിൻ്റെ അകത്തെല്ലാം ഈ ലൂക്കാസ് സപ്ലൈ കർവ് അല്ലെങ്കിൽ റാഷണൽ എക്സ്പെക്റ്റേഷൻസ് അഡ്ജസ്റ്റ്മെൻറ്റ്, ഇക്കോണമി മാത്രമാണ്, ലേബറേഴ്സിന് മാത്രം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇക്കോണമി മൊത്തം അഡ്ജസ്റ്റ് ചെയ്യുക. വേജ് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നു, അഗ്രിഗേറ്റ് ഡിമാൻഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നു, പിന്നെ എന്ത് ചെയ്യും? പ്രൈസ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു.
ശരിയല്ലേ? പിന്നെ എംപ്ലോയ്മെൻറ്റ് ആദ്യം കൂടിയിട്ട് പിന്നെ കുറയുന്നു, ഔട്ട്പുട്ട് ആദ്യം കൂടിയിട്ട് പോകും പിന്നെ കുറയുന്നു, ശരിയല്ലേ? അപ്പോൾ ഇവിടെ വേജ് റേറ്റും പ്രൈസസും എല്ലാം ഭയങ്കര ഫ്ലെക്സിബിൾ. ആൻഡ് എക്സ്പെക്റ്റേഷൻസ് റാഷണൽ. ആളുകളുടെ എക്സ്പെക്റ്റേഷൻസ് ഭയങ്കര റാഷണലാണ്. എത്ര റാഷണൽ? ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് ഒന്നും അവർക്ക് ഷോക്കല്ല, അവരതിന് പ്രതികരിക്കും. അൺആൻറ്റിസിപ്പേറ്റഡ് ചേഞ്ചസ് എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരും. ഓക്കെ, ഈ പ്രൈസസ് ആർ സ്റ്റിക്കി ആൻഡ് ആൻറ്റിസിപ്പേറ്റഡ് ചേഞ്ചസ് ദ മണി സപ്ലൈ ഹാവ് എൻ എഫക്റ്റ് ഓൺ ദി റിയൽ ഔട്ട്പുട്ട് ഈവൻ ഇഫ് എക്സ്പെക്റ്റേഷൻസ് ആർ റാഷണൽ. ഓക്കെ, പ്രൈസസ് ആർ സ്റ്റിക്കിയുടെ കാര്യം പറയുന്നു. പ്രൈസ് സ്റ്റിക്കി അല്ല ഇവിടെ, ആണോ? നമ്മളിവിടെ എന്താ പ്രൈസസ് ആർ ഫ്ലെക്സിബിൾ എന്ന് എവിടെന്തിയ സെൻറ്റൻസ്? പ്രൈസ് ആൻഡ് വേജസ് ആർ ഫ്ലെക്സിബിൾ. സ്റ്റിക്കി ആണെങ്കിൽ ഉണ്ടല്ലോ കാര്യങ്ങൾ മാറി. എന്താ വേജ് റേറ്റ് കൂടുകയില്ല, അപ്പോൾ എന്ത് ചെയ്യും? എംപ്ലോയ്മെൻറ്റ് കൂടും, അപ്പോൾ ഔട്ട്പുട്ടും കൂടും. ഓക്കെ, അന്നേരം ഔട്ട്പുട്ടിനെ സ്വാധീനിക്കും പ്രൈസ് ലെവൽ കൂട്ടിക്കഴിഞ്ഞാൽ. പ്രൈസ് ലെവൽ സ്റ്റിക്കി ആണെങ്കിൽ, പ്രൈസ് ലെവൽ സ്റ്റിക്കി ആണെന്ന് ആര് പറഞ്ഞു? കെയ്ൻസ് പറഞ്ഞു, ശരിയല്ലേ? അപ്പം ഇവർ പറഞ്ഞ അങ്ങനെയല്ല, സ്റ്റിക്കി ആയിട്ട് നിൽക്കുകയല്ല. വേജസും പ്രൈസും ഫ്ലെക്സിബിൾ ആയിരിക്കും. വേജ് റേറ്റ് കൂടും ഇൻഫ്ലേഷൻ വന്നു കഴിഞ്ഞാൽ, കാരണം ആളുകൾ റാഷണല്ല. സോ ദിസ് ഈസ് ദ റോൾ ഓഫ് റാഷണൽ എക്സ്പെക്റ്റേഷൻസ് അസംഷൻ വിച്ച് വാസ് ബ്രോക്കൺ. സോറി കേട്ടോ, ഒരു സെക്കൻഡ്, ഐ എം വെരി വെരി സോറി. ഞാൻ ഈ ഫോണും കൂടെ ഒന്ന് എടുത്തോട്ടെ. ഓക്കെ, സോറി കേട്ടോ. ഇതൊക്കെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫോണായിരുന്നു. അല്ലെങ്കിൽ ഞാൻ സാറിന് അത് എടുക്കുന്നില്ല, ഞാൻ ഓഫ് ചെയ്തേക്കാം. അങ്ങനെ എടുക്കുന്നതല്ലായിരുന്നു. നിങ്ങളുടെ ടൈം കളയാൻ ഒട്ടും താല്പര്യമില്ല. സോ വെരി വെരി സോറി. ഓക്കെ, സോ നമ്മൾ കണ്ടല്ലോ ആൻറ്റിസിപ്പേറ്റഡ് ആൻഡ് ആൻറ്റിസിപ്പേറ്റഡ് പ്രൈസസ് ആൻഡ് വേജസ് ആർ ഫ്ലെക്സിബിൾ, പെർഫെക്റ്റ്ലി ഫ്ലെക്സിബിൾ അക്കോർഡിംഗ് ടു റാഷണൽ എക്സ്പെക്റ്റേഷൻസ്. കെയ്ൻസ് പറഞ്ഞാൽ സ്റ്റിക്കി ആകാമെന്ന് പറഞ്ഞു. അപ്പം രണ്ടുപേരുടേതായ അസംഷൻസ് വെച്ചെന്നാണ് അർത്ഥം. ഇനി നമ്മൾ ലൂക്കാസ് സപ്ലൈ കർവ് ചുമ്മാ ഒന്ന് ചെറുതായിട്ട് ഡിറൈവ് ചെയ്യുക. എന്താണ് ലൂക്കാസ് സപ്ലൈ കർവ്? ഒരു ഇക്വേഷൻ നമ്മൾ പറയുമ്പോൾ അക്കോർഡിംഗ് ടു ലൂക്കാസ് സപ്ലൈ കർവ് മോഡൽ, ദ റിയൽ അഗ്രിഗേറ്റ് ഔട്ട്പുട്ട് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ പ്രൈസ് ലെവൽ ആൻഡ് ദി എക്സ്പെക്റ്റഡ് പ്രൈസ് ലെവൽ P and PE. Lucas supply function can be represented y is equal to y star plus alpha into P minus PE. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ സപ്ലൈ കറണ്ട് ഇക്വേഷൻ. ഇത് നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ പരീക്ഷയ്ക്ക് റീപ്രൊഡ്യൂസ് ചെയ്യണം. ഈ സപ്ലൈ കർവ് വെച്ച്, ഈ ഒരു ഇക്വേഷൻ വെച്ച് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ഓക്കെ, വെർ y is the actual output. എന്താണ് ആക്ച്വൽ ഔട്ട്പുട്ട്? ഇവിടെ ഇക്കണോമിക്സ് പഠിക്കാത്ത മാത്സ് പഠിച്ച കുട്ടികളോട് ഒരു പ്രത്യേക റിക്വസ്റ്റ്. സോ ദർ ക്യാൻ ബി ആക്ച്വൽ ആൻഡ് പൊട്ടൻഷ്യൽ. എന്താണ് ആക്ച്വൽ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഉള്ള പൊട്ടൻഷ്യൽ നമുക്ക് എത്രമാത്രം ആകാമായിരുന്നു, നമ്മുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് നമ്മൾ പറയല്ലേ, ആ പൊട്ടൻഷ്യലാണ് ഈ പൊട്ടൻഷ്യൽ. അപ്പോൾ നമുക്കൊരു വർഷം ഇക്കോണമിയിൽ 100 യൂണിറ്റ് ഔട്ട്പുട്ട് ഉണ്ടാകാമായിരുന്നു നമുക്ക്. പക്ഷേ നമ്മളിപ്പോൾ ഒരു 80 യൂണിറ്റേ ഉള്ളൂ. 80 യൂണിറ്റ് ആക്ച്വലി 100 യൂണിറ്റ് നമ്മുടെ പൊട്ടൻഷ്യലാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ വരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഫുള്ളി വർക്ക് ചെയ്യണം. എല്ലാവരും ഫുള്ളി വർക്ക് ചെയ്യുമ്പോഴാണ് ഈ പൊട്ടൻഷ്യൽ വരിക. അപ്പോൾ മനസ്സിലായല്ലോ എന്താണ് ആക്ച്വൽ, എന്താണ് പൊട്ടൻഷ്യൽ എന്ന് നമുക്ക് യഥാർത്ഥം ഇപ്പോൾ ഉള്ളത്. സോറി കേട്ടോ, ആക്ച്വൽ നിന്ന് നമുക്കിപ്പോൾ ഉള്ളത്. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ആകാമായിരുന്നു. വെൻ വി ആർ വർക്കിംഗ് ഇൻ എ ഫുൾ ഫ്ലാജ്ഡ് മാനർ, how far will be our output? That bit will be reflected in potential, but actually, okay, sometimes actual may be equal to potential. Economy full ആയിട്ട് വർക്ക് ചെയ്യുമ്പം ആക്ച്വൽ സാധാരണ രീതിയിൽ ഇപ്പോൾ ആക്ച്വൽ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യലേക്കാളും കുറവായിരിക്കും, അല്ലേ? കുറവായിരിക്കും. അപ്പോൾ ആ രീതിയിലാണ് ആക്ച്വലും പൊട്ടൻഷ്യലും മനസ്സിലാക്കേണ്ടത്. ഇത് ഇക്കണോമിക്സ് പഠിച്ച കുട്ടികൾക്കറിയാം. മാത്സ് പഠിച്ച കുട്ടികൾക്ക് വേണ്ടി ഞാനത് ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. വെർ y is the actual output or aggregate output in a given time period, y star is the potential output. ഓക്കെ, അങ്ങനെ ആക്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പൊട്ടൻഷ്യൽ ഔട്ട്പുട്ടിൻ്റെ കൂടെ കൂടുതലോ കുറവോ വരാൻ കേട്ടോ. ഓക്കെ, ഔട്ട്പുട്ട് ഓർ ഫുൾ എംപ്ലോയ്മെൻറ്റ്. ഇനി നമ്മൾ എന്താണെന്ന് കാണും. P is the actual price level, P is the expected price level, alpha is the factor that indicates the relationship between the expected price level and the actual price level. അപ്പോൾ ആക്ച്വൽ പ്രൈസ് ലെവലിനെ എക്സ്പെക്റ്റഡ് പ്രൈസ് ലെവലിനെ ബന്ധിപ്പിക്കുന്ന ഒരു ഫാക്ടറാണ് ആൽഫ. അക്കോർഡിംഗ് ടു ദി മോഡൽ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഈ ആൽഫ നമുക്ക് അടുത്ത പ്രാവശ്യം ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. കാരണം ഒരു കോമ്പണൻറ്റും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഉദാഹരണത്തിന് പോളിസി ഇൻഎഫക്റ്റീവ്നെസ് പ്രൊപ്പോസിഷൻ ഒരു സൈഡും കൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് പിടികിട്ടുള്ളൂ. ഓക്കെ, അക്കോർഡിംഗ് ടു ദി മോഡൽ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ ആൻഡ് ഫുൾ എംപ്ലോയ്മെൻറ്റ് ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ ആൻഡ് എക്സ്പെക്റ്റഡ് പ്രൈസ് ലെവൽ. ഓക്കെ, അപ്പോൾ ആക്ച്വലും ഫുൾ എംപ്ലോയ്മെൻറ്റ് പൊട്ടൻഷ്യൽ. ഓക്കെ, ഔട്ട്പുട്ട് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ആൻഡ് എക്സ്പെക്റ്റഡ് പ്രൈസ് ലെവൽ തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് നോക്കാം എന്താണ് ഔട്ട്പുട്ട് ചേഞ്ചസ്, പ്രൈസ് ലെവൽ ചേഞ്ചസിലൂടെ ഔട്ട്പുട്ട് ചേഞ്ചസ് എങ്ങനെയാണ് വരുന്നത്. അക്കോർഡിംഗ് ടു ലൂക്കാസ് സപ്ലൈ കർവ്, ദർ ഇസ് എ സ്ട്രോങ് റിലേഷൻ ബിറ്റ്വീൻ ഔട്ട്പുട്ട് ആൻഡ് പ്രൈസ് എക്സ്പെക്റ്റേഷൻ. നമ്മൾ തുടക്കം തൊട്ട് ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇഫ് ആക്ച്വൽ പ്രൈസ് എക്സീഡ്സ് ദി എക്സ്പെക്റ്റഡ് പ്രൈസ് ലെവൽ, മനസ്സിലായല്ലോ?
ആളുകളുടെ എക്സ്പെക്റ്റേഷൻസിന് മുകളിലാണ് പ്രൈസ് ലെവലിൻ്റെ പോക്കെങ്കിൽ ആക്ച്വൽ അഗ്രിഗേറ്റ് ഔട്ട്പുട്ട് ഇൻ ദി ഷോർട്ട് റൺ വുഡ് ബി ഗ്രേറ്റർ ദാൻ പൊട്ടൻഷ്യൽ ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോൾ അവിടെ ആക്ച്വൽ ഔട്ട്പുട്ട് പൊട്ടൻഷ്യൽ ഔട്ട്പുട്ടിനേക്കാളും കൂടുതലേക്കാണ് ആളുകളുടെ എക്സ്പെക്റ്റേഷനേക്കാളും മുകളിൽ എന്ത് സംഭവിച്ചു? മുകളിൽ ഒരു പ്രൈസ് ലെവൽ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് പറ്റി. ദി എക്സ്റ്റെൻറ്റ് ടു വിച്ച് വൈ വിൽ എക്സിറ്റ് വൈ സ്റ്റാർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി വാല്യൂ ഓഫ് ആൽഫ. അപ്പോൾ ആൽഫയുടെ ഒരു വാല്യൂ അനുസരിച്ചായിരിക്കും എത്രമാത്രം ഔട്ട്പുട്ട് കൂടുന്നു എന്നുള്ളത് തീരുമാനിക്കും. ഓൺ ദി അതർ ഹാൻഡ്, ഇഫ് ആക്ച്വൽ price level happens to be less than the expected price level, then the actual output will be less than the potential output. On the other hand, actual price level happens to be less than the expected price levelനേക്കാളും താഴെയാണ് ആക്ച്വൽ പ്രൈസ് ലെവൽ കൂടുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ആക്ച്വൽ ഔട്ട്പുട്ട് പൊട്ടൻഷ്യൽ ഔട്ട്പുട്ടിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ് സ്ട്രോങ്? ഇവിടെ എക്സ്പെക്റ്റേഷൻസ് ഭയങ്കര സ്ട്രോങ്. ആളുകൾ ഇതിനേക്കാളും കൂടുതൽ പ്രതീക്ഷിച്ചു, ശരിയല്ലേ? അത്രയും കണ്ട് പ്രൈസ് ലെവൽ കൂടിയില്ല. അതുകൊണ്ട് അത്രയും മാത്രമേ പൊട്ടൻഷ്യൽ ഔട്ട്പുട്ടിൻ്റെ അത്രയും എന്ത് വരില്ല? ആക്ച്വൽ ഔട്ട്പുട്ട് വരില്ല. ഓക്കെ, അപ്പോൾ ആക്ച്വൽ ഔട്ട്പുട്ട് വരാത്തതിന് കാരണം എന്താണ്? അതിൻ്റെ കാരണം നമ്മുടെ ഒരു നിലവിലുള്ള പ്രൈസ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ പ്രതീക്ഷിച്ച പ്രൈസ് ലെവലിനേക്കാളും കുറവായിപ്പോയി. അക്കോർഡിംഗ് ടു ലൂക്കാസ്, ദി ആക്ച്വൽ പ്രൈസ് ലെവൽ ഔട്ട്പുട്ട് ഈസ് വേരിയബിൾ ഇൻ ദി ഷോർട്ട് റൺ. ഓക്കെ, ആക്ച്വൽ പ്രൈസ് ലെവൽ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഇതെന്ത് ചെയ്യും? ഷോർട്ട് റണ്ണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. ഇദ്ദേഹം പറയുന്നത് ഷോർട്ട് റൺ. ഇപ്പോൾ ലോങ് റണ്ണിൽ മാറാൻ പറ്റുമോ? ഷോർട്ട് റണ്ണിൽ മാറാൻ പറ്റുമോ? ലോങ് റണ്ണിൽ മാത്രമേ മാറുള്ളൂ, ഷോർട്ട് റണ്ണിൽ അങ്ങനെ മാറുകയല്ല, പലതും അഡ്ജസ്റ്റ് ചെയ്യില്ല എന്നുള്ള പല പോളിസി ഡിബേറ്റുകൾക്കിടയിലാണ് ലൂക്കാസിൻ്റെ ഈ ഒരു നിലപാട്. ലൂക്കാസ് പറഞ്ഞു ആക്ച്വൽ പ്രൈസ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഈസ് വേരിയബിൾ ഇൻ ദി ഷോർട്ട് റൺ ആസ് ഇറ്റ് റെസ്പോൺസ് ടു അഗ്രിഗേറ്റ് ഡിമാൻഡ്. അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് എന്ത് കൂടും? പ്രൈസസ് കൂടും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതല്ലേ, പ്രൈസ് കൂടുമോ കുറയോ? കൂടും. ഓക്കെ, പ്രൈസ് കൂടും. അഗ്രിഗേറ്റ് ഡിമാൻഡ് കുറയുന്നതനുസരിച്ച് പ്രൈസസ് കുറയും. ഓക്കെ, സോ പ്രൈസ് ലെവൽ അങ്ങനെ ഷോർട്ട് റണ്ണിൽ തന്നെ പെട്ടെന്ന് മാറുമെന്നാണ്. കാരണം ഷോർട്ട് റണ്ണിൽ മാറുക എന്ന് പറഞ്ഞാൽ എന്താ? ആളുകൾ അവരുടെ എക്സ്പെക്റ്റേഷൻസ് ഒന്നും ലോങ് റണ്ണിലല്ല തീരുമാനിക്കുന്നത്, ഷോർട്ട് റണ്ണിൽ തന്നെ ഇപ്പം എന്നാണ്. ഇമ്മീഡിയറ്റ്ലി ദ റെസ്പോൺസ് ടു എനി ചേഞ്ചസ് ഇൻ ദി പ്രൈസ് ലെവൽ ദാറ്റ് വാസ് ദി അസംപ്ഷൻ ഓഫ് ദി റാഷണൽ എക്സ്പെക്റ്റേഷൻസ് സ്കൂൾ ദാറ്റ് മസ്റ്റ് ക്വിക്ലി അഡ്ജസ്റ്റ് പ്രൈസസ് ആൻഡ് വേജസ്. ഓക്കെ, ഇനി നമ്മളൊരു ഡയഗ്രം വരയ്ക്കുക. ഭയങ്കര സിമ്പിൾ ഡയഗ്രം. ഈ ഡയഗ്രത്തിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ലൂക്കാസ് സപ്ലൈ കർവ് പറയാനല്ല, ലൂക്കാസ് സപ്ലൈ കർവിന് മുമ്പൊക്കെ എന്തൊക്കെയായിരുന്നു പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചെന്ന് അറിയാം? ദിസ് ഈസ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഓർ. അപ്പോൾ മണി സപ്ലൈ കൂട്ടിക്കഴിഞ്ഞാൽ സംഭവിക്കും, ഇങ്ങനെ കൂടും, ശരിയല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? പുതിയ പ്രൈസ് ലെവലും പുതിയ ഔട്ട്പുട്ടും. എംപ്ലോയ്മെൻറ്റ് എന്ത് ചെയ്യും? എംപ്ലോയ്മെൻറ്റ് കൂടും, ശരിയല്ലേ? അപ്പോൾ ഇത് ഇങ്ങനെ ആണ് ഇവർ പറയുന്നത്. ഇവരപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതുവരെ എംപ്ലോയ്മെൻറ്റ് ഇല്ല കേട്ടോ, നമ്മൾ പഴയ ഡയഗ്രമായിട്ട് മിക്സ് ചെയ്യരുത്. ഇവിടെ നമ്മൾ സംഭവിക്കുന്ന അഗ്രിഗേറ്റ് ഔട്ട്പുട്ട് കൂടി, മണി സപ്ലൈ കൂടി, പ്രൈസ് ലെവൽ കൂടി, പുതിയ ഔട്ട്പുട്ട്, പുതിയ പ്രൈസ് ലെവൽ. ദിസ് ഈസ് ദ കെയ്നീഷ്യൻ സ്റ്റോറി. ദിസ് ഈസ് വാട്ട് ദി സെൻട്രൽ ബാങ്ക് എക്സ്പെക്ട് വെൻ ഇറ്റ് ഡ്രൈവ്സ് ദി മണി സപ്ലൈ ഫ്രം M0 ടു M1. അപ്പോൾ M0യിൽ നിന്ന് M1ലേക്ക് മണി സപ്ലൈ കൂടുമ്പോഴത്തേക്കും സംഭവിക്കുന്ന എന്നാണ് സെൻട്രൽ ബാങ്കിൻ്റെ മനസ്സിലിരിക്കുന്ന ഇങ്ങനെയാണ് സെൻട്രൽ ബാങ്ക് വിചാരിക്കുന്നത്. ഓക്കെ, പോളിസി എഫക്റ്റീവ്നെസ് ഇങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രൈസ് ലെവൽ കൂടി, അതുപോലെ തന്നെ എന്തോ ഔട്ട്പുട്ട് കൂടി, അതുകൊണ്ട് ഞങ്ങൾ എന്ത് കൂട്ടും? മണി സപ്ലൈ കൂട്ടും എന്ന് പറഞ്ഞ് സെൻട്രൽ ബാങ്ക് ചെയ്യുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. ഇക്കോണമി എയിൽ നിന്ന് ബിയിലേക്ക് പോകും. ഇങ്ങനെ പോകും എന്ന് ആര് പറഞ്ഞു? കെയ്ൻസും പറഞ്ഞു. അപ്പം മണി ന്യൂട്രലാണോ? അല്ല, മണി ന്യൂട്രലല്ല. പ്രൈസ് ലെവൽ കൂടി, ഇപ്പോൾ ഔട്ട്പുട്ടും കൂടി. So when you are increasing the money supply, you have increased the output as well from Y0 to Y1. Similarly, employment also can be increased. So അതിന് മാച്ചിങ് എംപ്ലോയ്മെൻറ്റ് നമ്മളിവിടെ പറയുന്നില്ലെന്നുള്ളൂ. വേറെ എംപ്ലോയ്മെൻറ്റ് ഡയഗ്രം വരുവാണെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ഇങ്ങോട്ട് കൂടുന്നുണ്ട്. ഓക്കെ, പിടികിട്ടില്ലോ? ദിസ് ഈസ് ദ കെയ്നീഷ്യൻ പ്രൊപ്പോസിഷൻ ഓർ this is what the central bank expects. The Lucas supply curve explained that the output depends on the prices per adjustment into it. Often monetary policy changes destiny how the expected effect of output. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഡയഗ്രാം. പല പ്രാവശ്യവും ഇപ്പോൾ നമുക്ക് ഒരു ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കൊരു ഈ ഡയഗ്രാം വെച്ച് തന്നെ നമുക്ക് പല തീയതികൾ പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഡയഗ്രാം അങ്ങനെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചത്. ഇവരെന്ത് ചെയ്യും? ഇവർ വേജ് റേറ്റ് കൂട്ടാൻ വേണ്ടി തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. സപ്ലൈ കർവ് ബാക്ക്വേർഡായിട്ട് വരും. കാരണം വേജ് റേറ്റ് കുറഞ്ഞെന്ന് ഇവർ പറയും, സപ്ലൈ കർവ് ബാക്ക്വേർഡ് വരും. ബാക്ക്വേർഡ് വരുമ്പം പഴയ ലേബറും പിന്നെ എന്ത് വരും? ഇതുണ്ടോ പഴയ ലേബർ, എയിലുണ്ടായിരുന്ന ലേബർ, ഇയിലുണ്ടായിരുന്ന ലേബർ, മനസ്സിലായല്ലോ? ഇനി അത് എച്ചിലേക്ക് മാറി അല്ലേ, സിയിലേക്ക്. അപ്പോൾ എന്ത് ചെയ്തു? പുതിയൊരു പ്രൈസ് ലെവൽ വന്നു, ശരിയല്ലേ? അപ്പോൾ പുതിയൊരു പ്രൈസ് ലെവൽ വന്നു. പഴയ ഔട്ട്പുട്ടും പഴയ എന്തായി എംപ്ലോയ്മെൻറ്റുമായി. മണി സപ്ലൈ കൂട്ടിക്കൊണ്ട് എന്തെങ്കിലും പ്രയോജനം കിട്ടിയോ? നോ ബെനിഫിറ്റ് അറ്റ് ഓൾ. ദർ ഹാസ് നോ അക്കോർഡ് എനി ഇൻഫ്ലുവൻസ് അപ്പോൺ ബോത്ത് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഔട്ട്പുട്ട്സ്. എംപ്ലോയ്മെൻറ്റ് ഔട്ട്പുട്ടിലും ഈ മണി സപ്ലൈ കൂട്ടിയിട്ട് ഒരു റിഫ്ലക്ഷനും ഉണ്ടായില്ല, ഒരു മാറ്റവും ഉണ്ടായില്ല. സോ ദിസ് ഈസ് കോൾഡ് പോളിസി ഇൻഎഫക്റ്റീവ്നെസ്. ഓക്കെ, അപ്പോൾ അപ്പോൾ ഈ പോളിസി ഇൻഎഫക്റ്റീവ്നെസ് എന്ന് പറയാനുള്ള കാരണം
പോളിസി പ്രൈസ് ലെവൽ മണി സപ്ലൈ കൂട്ടി പ്രൈസ് ലെവൽ കൂട്ടി എംപ്ലോയ്മെൻറ്റ് കൂട്ടാമെന്നും ഔട്ട്പുട്ട് കൂട്ടാമെന്നും വിചാരിക്കേണ്ട. ഇത്രയും വർക്ക് ചെയ്യാം. പഴയ രീതിയിലേക്ക് തിരിച്ചു വരും. മോണിറ്ററി പോളിസി ഇൻഎഫക്റ്റീവ്. ഓക്കെ, ഇതാണ് ഇവിടം വരെയാണ് കെയ്ൻസ് പറഞ്ഞത്. നമ്മൾ മുമ്പേ കണ്ടത് ഡയഗ്രത്തിൽ എവിടം വരെ ഉണ്ട് ഉണ്ടോ, ഇവിടം വരെ അതാണ്. ഓക്കെ, അത് കഴിഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യും, ഇവർ ലേബർ സപ്ലൈ ബാക്ക്വേർഡായിട്ട് കൊണ്ടുവരും. ഇതാണ് ലേബർ സപ്ലൈ ബാക്ക്വേർഡായിട്ട് കൊണ്ടുവരും. അപ്പം കാര്യങ്ങളെല്ലാം മാറി. ആളുകളുടെ എക്സ്പെക്റ്റേഷൻസ് ഈ ബിയിൽ നിന്ന് സിയിലേക്ക് പോകുന്നത് റാഷണൽ എക്സ്പെക്റ്റേഷൻസാണ്. എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്നത് കെയ്ൻസും അതുപോലെ തന്നെ പോളിസി പ്രിസ്ക്രൈബേഴ്സ് സെൻട്രൽ ബാങ്ക് എയിൽ നിന്ന് ബിയിലേക്ക് ഇക്കോണമി പോകും എന്ന് ആര് പ്രതീക്ഷിച്ചു? കെയ്നീഷ്യൻസ് പ്രതീക്ഷിച്ചു. മോണിറ്ററി പോളിസി ഇംപ്ലിമെൻറ്റ് സെൻട്രൽ ബാങ്ക് പ്രതീക്ഷിച്ചു. അവരെല്ലാം പ്രതീക്ഷിച്ചതാണ്. പക്ഷേ എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്നില്ല, ബിയിൽ നിന്ന് സിയിലേക്ക് പോവുക. ശരിക്കും പറഞ്ഞാൽ എയിൽ നിന്ന് സിയിലേക്ക് പോവുക ചെയ്യുന്നത്. അതായത് അതിൻ്റെ കാരണം എന്താ? റാഷണൽ എക്സ്പെക്റ്റേഷൻസ് കാരണം. അപ്പോൾ ഇക്കോണമി മണി സപ്ലൈയുടെ ഫലമായിട്ട് പ്രൈസ് ലെവൽ ചേഞ്ച് ചെയ്ത് എന്ത് പറ്റി? ഓക്കെ, സോ പ്രൈസ് ലെവൽ ചേഞ്ച് ചെയ്ത് വേജ് റേറ്റ് ചേഞ്ച് ചെയ്ത് ഇക്കോണമി പഴയ എംപ്ലോയ്മെൻറ്റ് റേറ്റിലേക്കും പഴയ റേറ്റിലേക്കും തിരിച്ചു പോകുന്നു. ആര് പറഞ്ഞു? റാഷണൽ എക്സ്പെക്റ്റേഷൻസ് ഗ്രൂപ്പ് പറഞ്ഞു. ഓക്കെ, നമുക്ക് ആ കാര്യങ്ങൾ തന്നെ പറഞ്ഞു. ഡു ആണേ ടൈപ്പ് ഓഫ് മിസ്റ്റേക്ക് വരിക. ഡ്യൂ ടു ദി ഓപ്പറേഷൻ ഓഫ് പീപ്പിൾ എക്സ്പെക്ടേഷൻ അഗ്രിഗേറ്റ് സപ്ലൈ കർവ് ഓൾസോ ഷിഫ്റ്റ്സ് ബാക്ക്വേർഡ് ടു ദി ഓൾഡ് പൊസിഷൻ ടു റെസ്റ്റോർ ദി ഇക്വിലിബ്രിയം ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഔട്ട്പുട്ട് ഉണ്ടോ. സിയിലേക്ക് തിരിച്ചു പോകും, N0യിലേക്കും Y0യിലേക്കും പോകും. പിടികിട്ടിയല്ലോ. This response of output is when the people make rational expectations with respect to an anticipated monetary policy response. Okay, if monetary policy intervention is unpredictable, it can influence prices. Okay, അപ്പോൾ it can unpredictable, it can improve not just prices but also outputs. ഞാൻ ഉദ്ദേശിച്ച ഔട്ട്പുട്ടും കൂടെയാണ് കേട്ടോ, സോറി, ഔട്ട്പുട്ടും കൂടെ അവിടെ വരണം. പല കറക്ഷൻസ് വരും. ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഉദ്ദേശിച്ച പോലെയല്ല, ഇച്ചിരി മാറിപ്പോന്നൊക്കെ ഉണ്ട്. പ്രൈസ് മാത്രമല്ല ഔട്ട്പുട്ട് അങ്ങോട്ട് ആൻറ്റിസിപ്പേറ്റ് ആണെങ്കിൽ ഒരു വ്യത്യാസം വരില്ല. ഓക്കെ, സോ ദർ ആർ 2 policy implications from Lucas supply curve. The first one is output will remain unchanged to expected changes in money supply. Second, output can be changed if there is unexpected changes in money supply. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് ലൂക്കാസ് സപ്ലൈ കർവ് നമുക്ക് തരുന്ന മെസ്സേജ്. ഈ ലൂക്കാസ് സപ്ലൈ കർവ് ദസ് അസ്യൂം ദാറ്റ് പീപ്പിൾ എക്സ്പെക്ടേഷൻ ക്യാൻ പ്ലേ ക്രിട്ടിക്കൽ റോൾ ഇൻ മേക്കിംഗ് ദി മോണിറ്ററി പോളിസി എഫക്റ്റ്. Okay, there can be policy ineffectiveness if people anticipate monetary policy intervention. On the other hand, unanticipated policy changes can bring desired result in what? Outputs. ഓക്കെ, കിട്ടിയില്ല. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഇവിടെ കൊണ്ട് തീർന്നു. ലൂക്കാസ് സപ്ലൈ കർവ് ഇതാണ്. ഈ കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ ആ പ്രോസസ്സ് കൃത്യമായിട്ട് നിങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്യണം. വേറെ ഒന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊന്ന് ക്ലോസ് ചെയ്യട്ടെ. ഒരു ടോപ്പിക്ക് ഇവിടെ ഉണ്ട്, അതിലേക്കും കൂടെ ഒന്ന് പൊക്കോട്ടെ. സെക്കൻഡേ.